മണ്ഡല പൂജയ്ക്കൊരുങ്ങിയിരിക്കുകയാണ് ശബരിമല സന്നിധാനം. തങ്കയങ്കി ഘോഷയാത്ര അല്പസമയത്തിനകം സന്നിധാനത്തേക്ക് എത്തിച്ചേരും. 6:30 തങ്കയങ്കി ചാർത്തി ദീപാരാധന നടക്കും. നാളെയാണ് മണ്ഡല പൂജ. കെ.ബി. ശ്രീധരൻ വിവരങ്ങളുമായിട്ട്. ശ്രീധരൻ, ഇപ്പോൾ എവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് തങ്കയങ്കി ഘോഷയാത്ര? തങ്കയങ്കി ഘോഷയാത്ര അല്പസമയത്തിനകം തന്നെ സന്നിധാനത്തേക്ക് പുറപ്പെടും. പമ്പയിൽ നിന്ന് പുറപ്പെട്ടു. ശരംകുത്തിയിൽ നിന്ന് അല്പസമയത്തിനകം തന്നെ സന്നിധാനത്തേക്ക് പുറപ്പെടും. വാദ്യമേള ഘോഷങ്ങളുടെ അകമ്പടിയോടെ കർപ്പൂരാഴിയുടെ ദീപപ്രഭയിൽ, തീവെട്ടികളുടെ പ്രഭയിലൊക്കെയാണ് ഈ ഘോഷയാത്ര സന്നിധാനത്തേക്ക് പുറപ്പെടുക. ഏതായാലും അതിനെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ദേവസ്വം പ്രതിനിധികളൊക്കെ ഇവിടെ നിന്ന് ഇപ്പോൾ ഇതിനോടകം തന്നെ ശരംകുത്തിയിലേക്ക് പോയിട്ടുണ്ട്. നിലവിലേതായാലും 6:30 ദീപാരാധനയുണ്ടാവുക. ഈ ചിത്തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് അയ്യപ്പന് സമർപ്പിച്ച തങ്കയങ്കിയാണ് ഈ മണ്ഡലപൂജയ്ക്ക് ചാർത്തുവാൻ വേണ്ടി ഇവിടേക്ക് ഘോഷയാത്രയായി എത്തിയിരിക്കുന്നത്. ഏതായാലും 23-ാം തീയതിയാണ് ഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടത്. വിവിധ ഇടങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷമാണ് ശരംകുത്തിയിലേക്ക് ഇപ്പോൾ ഈ ഘോഷയാത്ര എത്തിക്കൊണ്ടിരിക്കുന്നത്. വരുന്ന വഴിയിൽ ഈ ശരണപാതകളിലൊക്കെ വിവിധ ക്ഷേത്രങ്ങളിൽ ഈ തങ്കയങ്കി വെച്ചുകൊണ്ട് അവിടെ സ്വീകരണം നടത്തി ആളുകൾക്ക് കാണാനും തൊഴാനും ഒക്കെ ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഒരുക്കിയ ശേഷമാണ് ഇപ്പോൾ ഘോഷയാത്ര സന്നിധാനത്തേക്ക് വരുന്നത്. ഏതായാലും ഈ ഒരു നിമിഷത്തെ, ഈ മണ്ഡലക്കാലത്തെ 41 ദിവസം നീണ്ട ഈ വ്രതാനുഷ്ഠാനങ്ങളുടെ ഈ കാലത്തെ അടയാളപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ആ കാലത്തെ ഏറ്റവും വിശേഷപ്പെട്ട ദർശനമായി ആളുകൾ കണക്കാക്കുന്നത് ഈ തങ്കയങ്കി ചാർത്തിയുള്ള അയ്യപ്പ ദർശനമാണ്. നിരവധി ആളുകൾ അക്ഷമരായി ശരണം വിളികളോടെ ഇപ്പോൾ സന്നിധാനത്ത് ഈ ഘോഷയാത്രയെ കാത്ത് ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ ഘോഷയാത്ര 6:30 സന്നിധാനത്തേക്ക് എത്തും. അതിനുശേഷം ഈ തങ്കയങ്കിയും വഹിച്ചുകൊണ്ടുള്ള പേടകം ശ്രീകോവിലേക്ക് കൊണ്ടുപോകും. അവിടെ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഈ തങ്കയങ്കി ഏറ്റുവാങ്ങും. തുടർന്ന് നടയടച്ച് തങ്കയങ്കി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി തുടർന്ന് ദീപാരാധനയ്ക്ക് നട തുറക്കുമ്പോഴാണ് ഈ തങ്കയങ്കി ചാർത്തിയുള്ള ആദ്യ ദർശനം സാധ്യമാവുക. നാളെ മണ്ഡലപൂജ സമയത്തും ഈ തങ്കയങ്കി ചാർത്തിക്കൊണ്ട് തന്നെയായിരിക്കും ഭക്തർക്ക് ദർശനം ലഭിക്കുക. നിലവിലേതായാലും അല്പസമയത്തിനകം തന്നെ ഈ ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തിച്ചേരും.